സ്വാഗതം. അപ്പൊ ഞങ്ങളൊരു കുഞ്ഞു യാത്ര പോവാണ് കേട്ടോ. ഞാൻ ഷോർട്സ് കുറച്ച് എടുത്തു, ലോങ് വീഡിയോ ഞാൻ എടുക്കണം എന്ന് പ്രതീക്ഷിച്ചില്ല. പിന്നെ എനിക്കിപ്പോ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാ തോന്നിയത് എടുക്കാന്ന്. അപ്പൊ ഞങ്ങളിപ്പോ പോണത് കോയമ്പത്തൂർക്കാണ് കേട്ടോ. ഇഷ ടെമ്പിള് പോവാണ്. പെട്ടെന്ന് ഇന്നലെ ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ, അപ്പൊ ഇൻഷാട്ടിന് ലീവാണ്. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ പോയാലോ എന്ന് ഇന്നലെ ചെറുതായിട്ടൊരു ടോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ വിട്ടുവിട്ടോ. പിന്നെ രാവിലെ എണിച്ചപ്പോഴാണ് പോവാന്ന് അവിടെ ഉറപ്പിച്ചത്. പിന്നെ പെട്ടെന്ന് നമുക്ക് നമ്മളിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം അങ്ങോട്ട് പോണത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതുപോലെ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ മുമ്പേ. അപ്പൊ നമ്മൾ പോകുമ്പോ അതുപോലെ ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങി വൈകുന്നേരം അവനോട് കൂടി എത്തി പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ 8:30 ആകുമ്പോഴേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടാ. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ രാവിലെ ആകുമ്പോഴേക്ക് എത്തിയില്ലേ, രാത്രി തന്നെ പുലർച്ചെ ആകുമ്പോഴേക്കും നമ്മൾ വേഗം എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നമ്മളവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് മിൻഷാന്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം നമ്മളൊന്ന് അവിടുത്തെ സ്റ്റേ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ച് നോക്കി. അപ്പൊ നമുക്ക് കൺഫേം ആടുന്നില്ല കേട്ടോ, അവര് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നുള്ളൂ. പിന്നെ ഞങ്ങള് എന്തായാലും നമ്മള് റൂം കിട്ടിയില്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മളിന്ന് പോകുന്നുള്ള പ്ലാനാണ്. അപ്പൊ പുറത്തായാലും റൂം എടുത്തിട്ട് നിക്കണം, എന്നിട്ട് പിറ്റേന്ന് ഒന്ന് അവിടെയൊക്കെ നടന്നിട്ട് പോരുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവരിവിടെ ഉള്ളിൽ തന്നെ വിഷയുടെ തന്നെ ട്രൈ ചെയ്യാന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണ് നമ്മളിപ്പോ ഇറങ്ങി വണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് കോള് വന്നു, റൂം സെറ്റ് ആയിട്ടുണ്ട് ഉള്ളിൽ തന്നെ. അപ്പൊ നമുക്ക് പുറത്തൊന്നും റൂം എടുക്കണ്ട. ഭയങ്കര സന്തോഷമില്ലേ, അതിന്റെ ഉള്ളിൽ റൂം കിട്ടുക പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മൾക്ക് മൊത്തം അവിടെ നിന്ന് അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇന്ന് നിൽക്കാം. അങ്ങനെ അതിന്റെ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ, കറക്റ്റ് ഇൻഷാടം പറയുമ്പോഴായിട്ട് അറിയണത്. അപ്പൊ ഇനി ഞങ്ങള് ചെന്നിട്ട് നോക്കട്ടെ. അപ്പൊ നമ്മള് ശരിക്കും ബുക്ക് ചെയ്യണം, പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ അവര് ഉറപ്പ് പറഞ്ഞില്ല, ആരെങ്കിലും വെക്കേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നോക്കാന്ന് അവര് പറഞ്ഞു. ആരെയും കൂടെ പറ്റാവുന്ന രീതിയിൽ നോക്കാന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യം, ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങിയതും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിന്ന് പോകുന്നു ഉറപ്പിച്ചിരിക്കണു. അപ്പം സംഭവം അത് സെറ്റ് ആയിട്ടാവും. അപ്പൊ ഞങ്ങളവിടെ എത്തിയിട്ട് ഇനിയിപ്പോ നമ്മൾ പോയിട്ട് എന്താ ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും കയറണം ഉച്ചയാവുമ്പോ. അപ്പൊ 12:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ 1:30-2 മണിയാകുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ കയറുള്ളൂ. തേജ് നൈസായിട്ടൊന്ന് സൈഡിൽ കിടന്ന് മയങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇപ്പൊ ഇവിടെ ഷൊർണൂർ എത്തിയില്ലേ, ഏകദേശം നമ്മളിപ്പോ ഷൊർണൂർ എത്തിയിട്ടുണ്ട്. ഇനി നമ്മള് എന്താ പറയാ, ഞാൻ കൈകൊണ്ട് പിടിക്കണോണ്ട് നല്ല അളവ് കേട്ടോ. ഇനി ഫുഡ് കഴിക്കാൻ പോണം. ഫുഡ് കഴിക്കാൻ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് എത്തുള്ളൂ. ഇനി അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചത്. ഞാൻ എന്താ പറയുക വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ ആലോചിച്ചു, ഇപ്പൊ ചേട്ടൻ പാട്ട് വെച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. കഴിഞ്ഞ ഓർമ്മയില്ലേ അവിടുത്തെ പരിപാടികൾ ഒരു 7 മണി കഴിഞ്ഞാൽ നല്ല രസമാണ്, ലൈറ്റിന്റെ ആ ഒരു ഇതൊക്കെ. അപ്പൊ അത് ഷോർട്സിൽ ചിലപ്പോൾ ഒതുങ്ങില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന വ്ളോഗ് തന്നെ എടുക്കാം, നിങ്ങക്ക് കാണാലോ. അങ്ങനെ പോവാത്തവരുണ്ടെങ്കിൽ പൊക്കോളൂട്ടാ. ഞാൻ എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ എന്താണെന്നറിയോ, നമ്മൾ പോയത് കുട്ടേട്ടന്റെ വണ്ടിയിലാട്ടോ. കുട്ടേട്ടന്റെ കാർ എടുത്തിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അല്ല, കൂട്ടമാമയുടെ കാറായിരുന്നു അടുത്ത്. അന്ന് കുട്ടേട്ടന്റെ കാർ എടുത്തിട്ടാ പോയത്. അന്ന് അവിടുന്ന് പോരുമ്പോ നമ്മളിങ്ങനെ മനസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു കേട്ടോ, ഇനി വരുമ്പോ ഞങ്ങക്ക് ഞങ്ങളുടെ വണ്ടി എടുത്തിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇനി വരുമ്പോ ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ വരാൻ പറ്റണേന്നും അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മളവിടുന്ന് പോകുന്നത്. അപ്പൊ ഒരു വർഷം ആയിണ്ടാവൂലേ പോയിട്ട്, നമ്മള് 1 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ വണ്ടി എടുത്തിട്ട് അതേപോലെ നമുക്ക് പോകാൻ പറ്റി, അതും വലിയൊരു സന്തോഷം. അവരെന്തായാലും ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അവിടുത്തെ ഫുള്ളായിട്ട് എന്തായാലും റൂമൊക്കെ എടുക്കാൻ നല്ല രസം ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ അവിടെ എത്തട്ടെ. ഇനി ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും കാണാം. അപ്പോൾ കുറെ നേരം ഫോണിൽ ഇതാക്കണില്ല, ചാർജിന്റെ പ്രശ്നമല്ല, ഛർദ്ദിക്കാൻ വരും. അപ്പൊ അതുകൊണ്ടാ. അപ്പൊ നമുക്കിനി വഴിയെല്ലാ വിശേഷങ്ങളും കാണാം കേട്ടോ. ചേച്ചി കാട്ടാറി ഒറ്റപ്പാലെത്തിയപ്പോഴത്തെ വിൻഷേട്ടന്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, സരീഷ് ചേട്ടൻ. ഇപ്പൊ വർക്ക് ചെയ്യണതാണ്. അപ്പൊ ആളോട് വിൻഷേട്ടൻ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആളോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടാ. അപ്പൊ ഇത് നമ്മുടെ ഒറ്റപ്പാലം തന്നെയല്ലേ, ചിനക്കത്തൂർ അമ്പലം അവിടെ കേട്ടോ. ഇത് നമ്മൾ ഇതിനെ പോകുമ്പോൾ കാണാറുണ്ട്. അപ്പൊ വിൻഷേട്ടൻ ഈ അമ്പലം വീഡിയോ എടുക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാട്ടാ. അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ കയറിയിട്ടാ. അത് നമ്മൾ ഇങ്ങോട്ട് മുന്നേ വന്നിട്ടുണ്ട് വിൻഷേട്ടന്റെ കൂടെ തന്നെ. എന്താ പറയാ, പാലക്കാട് എത്തനേക്കാൾ മുന്നേ ആയിട്ടാട്ടെ വരണത്. വിൻഷേട്ടനൊക്കെ ഓഫീസ് വിസിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇവിടുന്ന് അത്ര ഫുഡ് കഴിക്കാം. നല്ല അടിപൊളി സദ്യ ഊണ് എല്ലാം കിട്ടി. ഇവിടുത്തെ മെയിൻ ഡേ ഒരു മുരിങ്ങലക്കറി ഉണ്ടല്ലോ, എന്തൊരു രസമാണെന്നറിയോ. സാമ്പാറും മുരിങ്ങലക്കറി ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. വിൻഷേട്ടൻ മുരിങ്ങലക്കറി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉപ്പേരി, അച്ചാർ, ഉപ്പിലിട്ട മാങ്ങ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടി ഉണ്ട് കേട്ടോ. ഞാനിങ്ങോട്ട് 2ാമത്തെ പ്രാവശ്യം കേട്ടോ വരണത്. ഞാൻ ഫസ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ കവിത ഗോൾഡൻ ഡയമണ്ട് ഇല്ലേ, അവിടെ പ്രൊമോഷൻ ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് വന്നപ്പോൾ വിൻഷേട്ടൻ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ പോണ വഴിക്ക് ഇവിടെ തന്നെ കഴിക്കാന്നുള്ളൊരു പ്ലാനിൽ തന്നെയായിരുന്നു. പിന്നെ
ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻ്റെ എക്സൈറ്റ്മെന്റ് കാണാം. ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് തോന്നിയെന്ന് വരും ഇതെന്താ ഇവൾ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നൊക്കെ തോന്നും. പക്ഷെ എനിക്ക് എൻ്റെ ഒരു എക്സൈറ്റ്മെന്റും എൻ്റെ ഒരു സന്തോഷമാവട്ടെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുക. നമ്മളിപ്പോൾ പാലക്കാട് കോട്ടയില്ലേ, അവിടെ നിന്ന് ഇവിടെ തിരിഞ്ഞു കേട്ടോ. അത് അപ്പുറത്തെ സൈഡാണ്. ഇപ്പം നമ്മൾ ഇത് ഗ്രൗണ്ടോ ചേട്ടാ? യെസ്, ഇതേതോ ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡാണ് കോട്ട. കോട്ടനല്ല, കോട്ട, പാലക്കാട് കോട്ട. വിൻചേട്ടന്റെ ഓഫീസ് ഇവിടെയാണ് കേട്ടോ, പാലക്കാട്. ഇപ്പോഴും ചോദിക്കാറുണ്ടല്ലോ വിൻചേട്ടൻ എവിടെ വർക്ക് ചെയ്യണെന്ന്. വിൻചേട്ടൻ വിൻചേട്ടന്റെ ഓഫീസ് പാലക്കാടാ. എവിടെ മോളിലാ? എവിടെ? കർണാടക കാണാണെന്നാണോ അതിന്റെ മുകളിൽ? ഓ മോളത്തെ ആ സ്റ്റെപ്പ് കയറിയിട്ട് കേട്ടോ. അവിടെയാണ് വിൻചേട്ടൻ വർക്ക് ചെയ്യണത്. പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് കോട്ടക് മഹീന്ദ്ര വിൻചേട്ടൻ റിക്കവറി ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യണത്. ഇത്രയും ദൂരം വിൻചേട്ടൻ വരുന്നുണ്ടല്ലേ ഓഫീസിലേക്ക് വരുമ്പോ? 2 മണിക്കൂർ ഇങ്ങോട്ട് 2 മണിക്കൂർ അങ്ങോട്ട്, അപ്പൊ തന്നെ 4 മണിക്കൂറായി. ആലോചിച്ച് നോക്കിയാ മഴ വെയില് ഒക്കെ കൊണ്ടിട്ടാണ് വരണേട്ടൻ പണിക്ക്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മുമ്പോ കാളവണ്ടിയോ കുതിരവണ്ടി കണ്ടില്ലേ? അവിടെ വെച്ചിട്ട് കാണാം അല്ലേ? അപ്പൊ ഞങ്ങളിനി അവിടെ എത്തിയിട്ട് കാണാം. നല്ല രസമുണ്ടല്ലേ? എന്ത് ഭംഗിയാണ്. ഗൈസ്, നമ്മൾ കോയമ്പത്തൂർ എത്തി കേട്ടോ. ഇനി 30 കിലോമീറ്ററും കൂടി ഉണ്ട് നമ്മുടെ സ്പോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇവിടുത്തെ മെയിനായിട്ട് വീടുകൾ നോക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് കൊറേ അടുപ്പിച്ച് വീടുകൾ. പിന്നെ മുറ്റൊന്നും അധികമില്ല, നേരെ ഗേറ്റ് ഇതവിടെയൊക്കെ വീടുകളുണ്ട്. ഇതൊക്കെ അടുപ്പിച്ചല്ലാണ്ട് തന്നെ നോർമൽ വീടാവുന്നല്ലേ? ഭയങ്കര വ്യത്യാസം. വണ്ടിയൊക്കെ കയറ്റിയുള്ള ഷെഡ് നോക്കും ചേട്ടാ. നമുക്ക് ഇവിടെ ഒരു പ്രത്യേക തരം വീടുകള് എന്താ കണ്ടോ, അടുപ്പിച്ച് ഇങ്ങനെ കൊറേ ഉണ്ട്. അല്ലാണ്ട് നോർമൽ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ വീടുണ്ട്. അവിടെ എന്താ പ്രത്യേകത വെച്ചാലേ മുറ്റൊന്നും അധികം ഇല്ല. ജസ്റ്റ് റോഡ്, ഗേറ്റിന് ചേർന്ന ഒരു കാർ ഇടാനുള്ള സ്പേസ്, പിന്നെ നേരെ അവരുടെ വീട്. അങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിൽ തോന്നണു അല്ലേ, വലിയ മുറ്റൊക്കെ ആക്കിയിട്ട് അല്ലേ? ഇത് സ്കൂളാണോ എന്നൊരു സംശയം കണ്ടിട്ടത്. എന്ത് സ്കൂളാ തോന്നുന്നു, പിള്ളേരെ കാണാണ്ട്. അതായത് സ്കൂളൊക്കെ അടിപൊളിയാട്ടോ കാണാൻ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഒന്നും വലിയ ഇതില്ല. ഇവിടെ ഇങ്ങനെ ഉണ്ട് ഓരോരോ വീടുകളൊക്കെ. ഇവിടെ ഭയങ്കര വിജലമായ പ്രദേശം. ഇപ്പോൾ നമ്മൾ പേസ്റ്റും ബ്രഷും വാങ്ങിയിട്ടില്ല, സോറി എടുക്കാൻ മറന്നു കേട്ടോ. അത് വാങ്ങാൻ നിർത്തിയേക്കുക. നമ്മളൊക്കെ ഇനി കുറച്ചും കൂടെ ഉള്ളു പോവാൻ. ക്ലോസപ്പിയോ? നമുക്കിനി 7 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 7 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഗൈസ്. തേജ് ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ വെച്ച് തേജ് വണ്ടി കയറി അസല ഉറങ്ങുന്നാണ്ടിട്ട് കിടന്നിട്ട്. പക്ഷെ ഉറങ്ങിയിട്ടില്ല. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഇവ ഇങ്ങനെ ഉറങ്ങാണ്ടിരുന്നു. ഞാനാണെങ്കിൽ ഇപ്പൊ ബാക്കിൽ സുഖമായി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഇവന് ഉറങ്ങാൻ ഇതേ തലോണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആളെ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഉറങ്ങിയില്ല. നോക്ക് വീട്. നമുക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് എന്താണെന്നറിയോ, നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ അങ്ങനെ പോകുന്ന ആൾക്കാരല്ല. നമ്മൾ നമ്മുടെ പട്ടാമ്പി, തൃശ്ശൂര് അങ്ങനെ കിടന്ന് കറങ്ങിയിട്ട് നമ്മൾ ഈ ഫിലിമൊക്കെ കാണുമ്പോൾ നമ്മൾ എത്തിപ്പെടില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലം പോലെ. അപ്പൊ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. സിനിമയിലൊക്കെ മാത്രം നമ്മൾ കാണില്ലേ ചില വീടുകള്, ഓരോ ടൈപ്പ് സ്ഥലങ്ങള്, അതേപോലെ കാണുമ്പോഴേ ഭയങ്കര എക്സൈറ്റ്മെന്റ്. തേജുവിനൊക്കെ എക്സൈറ്റ്മെന്റ് ഇക്ക്. നമ്മൾ എത്തിട്ടോ. അതതിന്റെ ഉള്ളിക്കല്ലേ, ഏകദേശം എത്തിയിട്ടുണ്ട്. ആ റൈറ്റ് ഇതേ, അതെ അതിന്റെ ഉള്ളിൽ ഇനി പാർക്ക് ചെയ്യണ്ട. നമുക്കിനി നമ്മുടെ നമ്പർ കൊടുക്കണം, നമ്മുടെ വണ്ടി നമ്പർ കൊടുക്കണം, എന്നാലേ നമുക്ക് നമ്മുടെ റൂം അറിയുള്ളൂ.
അങ്ങനെ എത്തിയിരിക്കുന്നു ഗായ്സ്. ഇത് നമ്മുടെ സ്റ്റാച്ചുവിന്റെ അവിടേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. ഞാൻ ആദ്യോഗിയുടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അവിടേക്കുള്ള എൻട്രൻസ് ആണ്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇങ്ങനെ പോകണം. അങ്ങനെ പോയാലാണ് കറക്റ്റ് സ്റ്റാച്ചുവിന്റെ അവിടെ എത്തുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ സൈഡിൽ പുഴയല്ല, എന്തോ കുറെ വെള്ളവും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ആൾക്കാർ അവിടെയൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടും കൂടി ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് സെക്കൻഡ് ടൈം ആണ് കേട്ടോ വരണത്. അതായത് ഈ സ്റ്റാച്ചുവിന്റെ അവിടേക്ക് സെക്കൻഡ് ടൈം ആണ്. മറ്റേ സർപ്പസലിന്റെ അവിടേക്ക് നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ പോണത്. അതൊക്കെ ഫുള്ള് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. പോവാത്തവരുണ്ടെങ്കിൽ മിസ്സാക്കരുത് കേട്ടോ. ആ ഒരു സർപ്പബസിൽ ഈ സ്റ്റാച്യു മാത്രം കണ്ടുപോകുന്ന കുറേ പേരുണ്ട്. അവരോടാണ് എടുത്ത് പറയണത്, സ്റ്റാച്യു മാത്രം കണ്ടുപോകരുത് കേട്ടോ നിങ്ങള്. നമ്മൾ ആദ്യം റൂമിലേക്കാട്ടോ പോണത്. ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മള്. അപ്പൊ നമ്മൾക്ക് പോണ്ട സ്ഥലം ആദ്യം അവിടെ എത്തണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ സ്റ്റാച്യുവിന്റെ അവിടേക്കാ പോയത്. നല്ല പൊടിയുണ്ടല്ലേ. ഇനി നമ്മളിപ്പോ നേരെ അയ്യോ എന്ത് രസമാണല്ലേ. നമുക്ക് ആദ്യം നമ്മുടെ റൂമിന്റെ കാര്യം സെറ്റ് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്യണം കേട്ടോ. പാർക്കിംഗ് പോയിന്റ്, വെൽക്കം പോയിന്റും അങ്ങനെ എന്താണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ നമ്മള് സ്റ്റാച്യുവിന്റെ സൈഡിൽ കൂടെ റോഡ് ഉണ്ട് കേട്ടോ, പാർക്കിങ്ങിന്റെ അവിടേക്കാട്ടോ പോണത്. അപ്പൊ ഞങ്ങൾ റൂഫിന്റെ മുകളിലൊന്ന് കയറി നിന്നാ നല്ല വ്യൂല് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ലോങ് എന്നുണ്ടല്ലോ, നല്ല രസം. മലകളുടെ ഇടയിൽ ഇങ്ങനെ സ്റ്റാച്യു കാണാൻ എന്തൊരു രസമാന്ന് പറയാ. നേരിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും വീഡിയോയിൽ എത്ര ആ ഭംഗി കിട്ടില്ല ഇതിന്റെ. പോവാത്തവരുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇതിനായിട്ട് മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് പോയി വരാൻ പറ്റും കേട്ടോ. കോയമ്പത്തൂരാണ് പ്ലേസ് വരണത്. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് മാപ്പ് ഇട്ടാൽ പോലും നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റും. കോയമ്പത്തൂർ ഇഷ ടെമ്പിളിന്നോ അങ്ങനെയൊക്കെ കൊടുത്താലും മതി. ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ പോലും നമുക്ക് വേഗം ഇവിടെ എത്തിപ്പെടാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറേ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഇങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടൈം ആണ്. ഫസ്റ്റ് ടൈം നമ്മളൊരു ABCD അറിയാണ്ടായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മാപ്പ് അടിച്ചിട്ടാണ് നമ്മൾ വന്നേക്കണത്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് ചെറുതായിട്ടൊരു ഐഡിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ബേസിലും കൂടി വന്നിട്ടുണ്ട്. കണ്ടത് ഒരു ബാക്ക് സൈഡാണ് കേട്ടോ. ആ ഒരു വ്യൂവിന്റെ ബാക്ക് സൈഡും നല്ല രസം കാണാൻ. നല്ലൊരു വ്യൂ ഉണ്ട് നമുക്ക് മൊത്തത്തിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഞാൻ പറഞ്ഞ ലൊക്കേഷൻ എന്ന് പറയണത്, മാപ്പ് ഇട്ട് വരാൻ പറഞ്ഞത്, നമ്മൾ വണ്ടിയിൽ ട്രാവലറിൽ അങ്ങനെയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ വരെ എളുപ്പമാണ്. ബസ്സിലോ ട്രെയിനിലോ ഒക്കെ വരികയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല കേട്ടോ. കുറെ പേര് വീഡിയോ ചെയ്ത് കാണാറുണ്ട് ബസ്സിലും ട്രെയിനിലൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ് ഇറങ്ങേണ്ടതെന്നൊക്കെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ സ്വന്തമായിട്ട് വരിക, നമ്മൾ ട്രാവലറൊക്കെ വിളിച്ചിട്ട് എല്ലാവരും കൂടി വരികയാണെങ്കിൽ നമുക്ക് മാപ്പ് ഇട്ട് അവിടെ എത്തിപ്പെടാൻ പറ്റും. അങ്ങനെ വിൻഷേട്ടന്റെ ഫ്രണ്ട് പറഞ്ഞല്ലോ, ഞങ്ങൾ ഭരത്തേട്ടൻ നാളാണ് കേട്ടോ നമുക്ക് ഇവിടേക്ക് ഈ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഷോപ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്വാമി വഴിയാണ് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിലിട്ട് ഒരു ആശ്രമം പോലെ ഇവിടെ കോട്ടേജ് ഉണ്ട്, അവിടേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആളെ വിളിച്ച്, ആ സ്വാമീനെ വിളിച്ച് കുറേ ഇവിടെ വന്ന്, കാരണം റൂം നമ്മൾ ഇവിടെ ഓൾറെഡി 15 ദിവസം മുന്നേ നമ്മൾ റൂം ബുക്ക് ചെയ്യണം. അങ്ങനെ വരാനുള്ള റൂം എടുത്ത് നിൽക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ. അല്ലാണ്ട് നമ്മളിവിടെ സ്പോട്ടിൽ വന്ന് റൂം കിട്ടുകയാണെങ്കിൽ റൂം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് റൂം നോക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഞങ്ങൾ വന്നേക്കണത്. അപ്പോൾ എന്തോ ഒരു ദൈവകൃത്യം കൊണ്ട് ഞങ്ങൾക്ക് റൂം സെറ്റായി. ഞങ്ങൾക്ക് അറിയില്ല, എന്തോ ഒരു ഭാഗ്യം. നമ്മൾ വന്നതും അവർ പോരെ റൂം സെറ്റായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് 2 റൂം വെക്കേറ്റ് ചെയ്ത് പോയി. പക്ഷെ ഞങ്ങൾ എത്താൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂം പോയിട്ട് പിന്നെ മൂന്നാമത് വേറെ റൂമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഞങ്ങൾക്ക് കുറച്ച് നേരം ഇവിടെ ലാഗ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി ബുക്ക് ചെയ്തവരല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത്, പിന്നെ ആ സ്വാമിജിയുടെ ഹെൽപ്പ് നമുക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റാക്കി. ഇത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഞാനും തേജും ഇവിടെ ഇരിക്കുകയാണ്. വിൻഷേട്ടനാണ് കേട്ടോ എല്ലാം ഡീൽ ചെയ്ത് തരുന്നത്. പിന്നെ നമ്മുടെ ആധാർ കാർഡും കാര്യങ്ങളും അങ്ങനെ എല്ലാം അവിടെ കാണിച്ചതിന് ശേഷമാട്ടോ നമ്മൾക്ക്, അതായത് അവരുടെ ആ റൂൾസ് ഉണ്ടാവുമല്ലോ, അത് ക്രൈറ്റീരിയാസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂ. അപ്പം നമ്മൾ നമ്മുടെ ബാഗൊക്കെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റ് ആയതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇത് ഈ ഒരു ബാൻഡ് ഇട്ട് തരും കേട്ടോ. ഇത് നമ്മുടെ കോട്ടേജിൻ്റെ പേരാണ് കേട്ടോ അങ്ങനെ വരണത്. അപ്പം ഇതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ഒരു ഇതാണ്, എന്താ വെച്ചാൽ ഈ ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഒരാളായി എന്നുള്ളൊരു രീതിയിലേക്കാട്ടോ മാറുക. ടെമ്പററി പാർക്കിങ്ങിന്റെ അവിടെയായിരുന്നു കേട്ടോ ചെക്കിങ് ചെയ്യണേണ്ട അവിടുത്തെ. അപ്പൊ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. തേജിന് കൊടുത്തിട്ടില്ല, കുട്ടികൾക്ക് ഇല്ലാന്ന് പറഞ്ഞത്. അപ്പൊ ഇനി ഞങ്ങള് ഗസ്റ്റ് പാർക്കിങ്ങിലേക്കാട്ടോ പോണത്. അവിടെ കൊണ്ടുപോയിട്ട് നമ്മള് അപ്പൊ നമ്മളിനി അവിടെ ചെന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് റൂമിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മൾ നേരെ ആദ്യോഗിയുടെ അവിടേക്ക് പോവാട്ട് ചെയ്യാം. പിന്നെ അല്ലാണ്ട് തന്നെ വേറെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ അവർ പറഞ്ഞു. പക്ഷെ നമുക്ക് 7 മണി ടു 7:25
ആ ഒരു ടൈമിലാണ് ലൈറ്റ് ഷോ ഉള്ളത്. അപ്പൊ അത് നമുക്ക് എന്തായാലും മിസ്സാക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് വേഗം അപ്പോഴേക്ക് എത്തണം. അപ്പൊ അതിനു മുന്നേ ഞങ്ങള് നമ്മുടെ ഗസ്റ്റ് പാർക്കിങ്ങിൽ വണ്ടി കൊണ്ടിട്ടിട്ട് വരാം. അപ്പൊ നമുക്ക് പാർക്കിംഗ് വരണത് നമ്മുടെ ആദിയോഗിയുടെ അവിടെ തന്നെയാണ് കേട്ടോ. കണ്ടോ ബാക്ക് സൈഡാ കാണണത്. നമ്മൾ വരിക അങ്ങനെ നമ്മളിങ്ങനെ വന്നിട്ട് അല്ലേ, ഞങ്ങൾ അവിടുന്ന് വന്നിട്ട് ഇങ്ങനെ പോയിട്ട് എവിടെപ്പോ പോയിട്ട് ഇങ്ങനെ വന്നിക്കുന്നു. ഇനി ഇവിടെയാണ് നമ്മുടെ പാർക്കിംഗ് ഒക്കെ വരണത്. ഇനി ഇത് ഈ ആദിയോഗി സ്റ്റാച്യു മാത്രം കണ്ടു പോണവരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് പറയാം കേട്ടോ. അതിന്റെ ബാക്കിലേക്ക് 10 മിനിറ്റ് നടന്നാതെ ഇങ്ങനൊരു സ്പോട്ടിലേക്ക് എത്തുട്ടോ. നമ്മള് ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലവും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കിൽ കണ്ട ഒരു സർപ്പം, ആ ഒരു സർപ്പവാസൽ എന്ന് പറയും, അവിടെ എത്തിപ്പെടുക. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ലോകം തന്നെ കേട്ടോ അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ. പക്ഷെ അതിന്റെ ഉള്ളിൽ നമുക്ക് വീഡിയോസ് ഒക്കെ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ വീഡിയോസും ഫോട്ടോസും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കുന്നവരുണ്ടെങ്കിൽ അവിടെ മുന്നേ കൂട്ടി പറഞ്ഞ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തവർക്ക് മാത്രം, കുറച്ച് പേര് മാത്രം അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ക്രിയേറ്റേഴ്സ് ഒക്കെ വന്ന് എടുക്കുന്നത് കാണാം. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എടുക്കാൻ പറ്റാത്തടത്തൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ടില്ല കേട്ടോ. കുഴപ്പമില്ലാത്തടത്ത് മാത്രം കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം, അല്ലാത്തടത്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റുള്ളൂ കേട്ടോ. വിഷ്വൽസ് വേറെ ആയിരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതായത് അങ്ങോട്ടൊക്കെ പോകണം എന്ന് ആഗ്രഹമുള്ളവരോടാട്ടോ. അപ്പൊ നമ്മൾ ഗസ്റ്റ് പാർക്കിന്റെ അവിടെ വണ്ടി ഇട്ടിട്ട് കുറച്ച് എന്തെങ്കിലും ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഇതേ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ട് നമ്മളിതേ ഇനി ഈ കാളവണ്ടിയിലാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് സ്റ്റാച്യുവിന്റെ അവിടേക്ക് പോവുക. അപ്പൊ ഈ വണ്ടി നമുക്ക് എളുപ്പമാണ് കേട്ടോ. 10 രൂപയെങ്ങാണ്ടുള്ളൂ ടിക്കറ്റ്. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാച്യു കാണാൻ പോകുന്നവർക്ക് അങ്ങോട്ട് ആ വണ്ടിയിൽ പോവാം. അതേപോലെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് റിട്ടേൺ ഇങ്ങോട്ട് വന്നിട്ട് നമുക്കിത് നേരെ ഓപ്പോസിറ്റ് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ ആ ഒരു എന്താ പറയുക സർപ്പവസലിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാനും പങ്കെടുക്കാനും പറ്റൂട്ടാ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒന്നാമത്തെ കാര്യം വീഡിയോസും ഫോട്ടോസും അതൊന്നും അലൗഡ് അല്ല. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സർപ്പവസലിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ എന്താ മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. 1-2 കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറയാം. ചന്ദ്രകുണ്ട്, സൂര്യകുണ്ട് എന്ന് പറഞ്ഞിട്ട് തീർത്ഥക്കുളം ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് മുങ്ങി കുളിക്കാൻ പറ്റും. ഭയങ്കര പോസിറ്റിവിറ്റി ആണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അവിടെ മുങ്ങി കുളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ ജെൻസിനും ലേഡീസിനും വേറെ വേറെ ആയിട്ടാണ്. അപ്പൊ എനിക്ക് പേടി, ഒറ്റയ്ക്ക് കുറെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരല്ലേ. അപ്പൊ എനിക്ക് ആരും കൂടെ ഇല്ലാത്ത കാരണം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് കാണാൻ പറ്റും, പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ മുങ്ങി കുളിക്കണം. അപ്പൊ മുങ്ങി കുളിക്കാൻ പറ്റിയില്ല, നമ്മൾ കാണുക മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വിൻഷായിട്ട് ഇവിടെ നിൽക്കണത് എന്തിനാണെന്നറിയോ, നമുക്ക് ആ സ്റ്റാച്യുവിന്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് കാളയുടെ അതിലിരുന്ന് പോകണ്ടേ. അപ്പൊ അതിന് വേണ്ടി ടിക്കറ്റ് എടുക്കാനാട്ടോ നിൽക്കണത്. പെട്ടെന്ന് ടിക്കറ്റ് കിട്ടും. ചെറിയ ക്യൂ കണ്ട വലുതാണെങ്കിലും ടിക്കറ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടൂട്ടാ. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളത് വേറെ ലിംഗഭൈരവി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ ലിംഗഭൈരവി ടെമ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാലേ അവിടെ പീരീഡ്സിന്റെ പ്രശ്നമില്ലേ. നമ്മൾ പീരീഡ്സ് ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി എന്താ പറയാ തൊഴാനും അതുപോലെ തന്നെ വഴിപാടൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ പൂജ ചെയ്യണത് ലേഡീസ് ആണ്. അതായത് എന്താ പറയാ സ്ത്രീകളാണ് അവിടെ പൂജ ചെയ്യണതും എല്ലാതും. പിന്നെ അവിടെ കൂടുതലും കപ്പിൾസ് ഒക്കെ വരണത്. പിന്നെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കണു, അവിടെയാണ് നമ്മുടെ സാമന്തയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം അടുത്ത് സാമന്തയുടെ വിവാഹം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് അതിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. അതായത് ലിംഗഭൈരവി ടെമ്പിൾ എന്ന് പറഞ്ഞതിന്റെ ഉള്ളിലായിരുന്നു നമ്മുടെ സാമന്തയുടെ വിവാഹം ഉണ്ടായിരുന്നത്. അപ്പൊ അവിടേക്കും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞു തരണത്. അടുത്ത പ്രാവശ്യം പറ്റുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്താ പറയുക വീഡിയോസ് ഒക്കെ എടുക്കണമെങ്കിൽ മുന്നേ കൂട്ടി പറഞ്ഞ് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കാം. ഉറപ്പില്ല കേട്ടോ, എന്താന്നൊക്കെ അന്വേഷിച്ചിട്ട്. എന്തായാലും പോവാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യരുത് കേട്ടോ. കാരണം എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റാത്തതിന്റെ വിഷമം ഭയങ്കരമായിട്ടുണ്ട്. കാരണം അത്രയും നല്ലൊരു എന്താ പറയുക, എങ്ങനെ പറയാൻ എനിക്കറിയില്ല കേട്ടോ. അത്രയും നല്ലൊരു സ്ഥലമാണ്. നമുക്ക് നമ്മുടെ മൈൻഡൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഫ്രഷ് ആയിരിക്കും കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ. എനിക്ക് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയതും അത് തന്നെയായിരുന്നു. പീരീഡ്സിന്റെ പ്രശ്നം അവിടെ ഇല്ല. നമുക്കിപ്പോൾ സ്റ്റാച്യൂവിന്റെ എവിടെയാണെങ്കിലും പീരീഡ്സിന്റെ പ്രശ്നമില്ല. പീരീഡ്സിന്റെ പ്രശ്നമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, തീർത്ഥക്കുളത്തിൽ മുങ്ങി കുളിക്കാന്ന് നമ്മുടെ ചന്ദ്രകുണ്ട്, സൂര്യകുണ്ട് എന്ന് പറഞ്ഞില്ലേ, അവിടെ നമുക്ക് മുങ്ങി കുളിക്കാൻ പറ്റില്ല. പീരീഡ്സ് ആയവർക്ക് നമുക്ക് അറിയാലോ, നമ്മളൊരു വെള്ളത്തിൽ കയറി മുങ്ങി കുളിക്കല്ലേ. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറ്റാത്തത്. ബാക്കി നമുക്ക് തൊഴാനും വഴിപാട് ചെയ്യാനും ഇതിനൊന്നും പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ അവിടെ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ അവിടെ എത്തിയതിന് ശേഷം അറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടല്ല പോയിട്ടുള്ളത് പോലും. അവിടെ എത്തിയതിന് ശേഷം കേട്ടോ പല കാര്യങ്ങളും അറിയണത്. ഇനി ആദിയോഗി ഈശാ ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ സെന്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പീരീഡ്സിന്റെ പ്രശ്നമില്ല എന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഇവിടെ പീരീഡ്സിന്റെ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് തീർത്ഥക്കുളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ മാത്രം ഇങ്ങനെയുള്ളവർക്ക് മുങ്ങാൻ പറ്റും.
പറ്റില്ല, അത്ര തന്നെ ഉള്ളൂ. ബാക്കി നമുക്ക് ഈ ഒരു പീരീഡ്സ് എന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എനിക്കറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിന് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തോ നോക്കിയാലൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലിംഗഭൈരവി ടെമ്പിളിൽ കുറച്ച് വഴിപാടുകളൊക്കെ കണ്ടോട്ടെ. എനിക്ക് അങ്ങനെ വഴിപാട് ഞാൻ അവിടെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. നമ്മളവിടെ ചെന്നതിന് ശേഷമാണ് പല കാര്യങ്ങളും അറിഞ്ഞതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ കുറേ പേര് ഇങ്ങനെ ചരട്, ഒരു മഞ്ഞ കളറിൽ ചരടൊക്കെ കെട്ടുന്ന കണ്ടു. അതൊക്കെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നടക്കുന്നൊക്കെയാണ് പറഞ്ഞ് കേൾവി. എനിക്കറിയില്ല, നമ്മളത് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അവിടെ എത്തിയിട്ടാണ് നമ്മളിതൊക്കെ കാണണത്. അപ്പം ഇനി പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും എക്സ്പീരിയൻസ്ഡ് ആയി എന്തൊക്കെ അവിടെ ഉണ്ട്, എന്തൊക്കെ ചെയ്യാന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റിയിട്ടാ. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് എന്തിനാണെന്നറിയോ, നമ്മുടെ 7 മണി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സ്റ്റാച്യൂവിൽ ലൈറ്റ് ഷോ നടക്കും. അത് കുറേ പേര് ചോദിച്ചു എത്ര മണിയാണ് ടൈം എന്നുള്ളത്. അപ്പോൾ 7:20 7:35 ആകുമ്പോഴേക്കും ലൈറ്റ് ഷോ കഴിയുന്നുണ്ട്. 7 മണി കഴിഞ്ഞാൽ അതേ എല്ലാവരും ഇങ്ങനെ ഇരിക്കും, ഫുള്ളായിട്ട് ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ ഷോ തുടങ്ങും കേട്ടോ. കഴിഞ്ഞ വർഷം വന്നപ്പോഴും നമ്മൾ ഈ ഒരു ഷോ കണ്ടിട്ട് 8:30 ആകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോയിട്ടാ. അപ്പോൾ ഈ ഒരു ഷോ ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു വർഷം കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഷോ കാണുമ്പോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ ശരിക്കും. ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ തന്നെ കാണിക്കണം എന്നുണ്ട് ഞാൻ കാണിക്കും. പക്ഷെ ഇടയിലിടയിൽ എൻ്റെ വൃത്തികെട്ട സൗണ്ട് നിങ്ങൾ കേൾക്കേണ്ടി വരും കേട്ടോ. വേറെ ഒന്നല്ല, ഇതിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല, എങ്ങനെ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കുറച്ചൊക്കെ എൻ്റെ സംസാരവും പിന്നെ ഇടയിൽ കൂടെ ഇതിലെ ഓരോ സോങ് കേട്ടോ ഭയങ്കര ഫീൽ അതിരുന്ന് കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ കേട്ടോ കാണിക്കുന്നുണ്ടായിരിക്കും. എന്നാലും എന്നെയും കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനിതിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് പോവാൻ ആഗ്രഹമുള്ളവർ പോവാണ്ടിരിക്കരുത് കേട്ടോ, അതൊന്നും മിസ് ചെയ്യരുത് നിങ്ങൾ. Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. About him, some moment, he danced wildly. Dimensions that no one had ever known or able to fathom. His ecstasy seeing an individual human in union with the cosmos. When his stillness lasted for years on end, curious onlookers melted away. He transmitted the profound science of yoga in its full depth and dimension. In this it was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe. Where one half of him is woman. Adiyogi said, "Just drink of me.
which drove them into intoxicated raptures. 7 sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. This spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha, Mahadevaya Namaha, Mahadevaya Namaha. Yoga Yogeshwaraya, Bhuta Bhuta Bhuteshwaraya, Kala Kala Kaleshwaraya, Shiva Shiva Sarveshwaraya, Shambho Shambho അങ്ങനെ ലേറ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലേക്ക് കേട്ടോ പോയത്. അപ്പം ഇത് പിറ്റേ ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, നമ്മുടെ ആശ്രമത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ അതേ ആ കാണണത് കേട്ടോ, ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ അവിടെ നിന്ന് ആ ഒരു കാളവണ്ടിയിൽ കയറി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ഇതേ നടക്കുകയാണെങ്കിൽ 10 മിനിറ്റ് കിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് എത്തുവേ ഇത് ഈ ഒരു സ്പോട്ടിലെത്തും. ഈ ഒരു സർപ്പവസലിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് എത്തും. അപ്പം നമ്മൾ പറഞ്ഞ സ്ഥലം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയാലാണ് ഞാൻ പറഞ്ഞ ചന്ദ്രകുണ്ട്, സൂര്യകുണ്ട്, ലിംഗഭൈരവി ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു കുഞ്ഞു ഹോട്ടൽ ഉള്ളത് കേട്ടോ, റെസ്റ്റോറന്റ്. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ പിറ്റേന്ന് രാവിലെ ചായ കുടിച്ചത്. രാത്രി നമ്മൾ ഈ ലേറ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ 8 ആകുമ്പോഴേക്കും 8:30 ഉള്ളിലിട്ട് 8:30 കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഭിക്ഷ കിട്ടില്ല. ഭിക്ഷ എന്നാണ് പറയാ, ഭിക്ഷ ഹോള്. നമ്മൾ റൂം എടുത്തതിന്റെ നേരെ അപ്പുറത്തായിരുന്നു കേട്ടോ ഭിക്ഷ ഹോള്. അപ്പൊ അവിടുന്ന് നമ്മൾ നെയ്റ്റത്തെ ഫുഡ് നമ്മൾ അവിടുന്ന് കഴിച്ചത്. അവിടെ അങ്ങനെയാണ് കേട്ടോ പറയാ, ഭിക്ഷ കഴിക്കുക, ഭിക്ഷ ഹോള്. നമ്മൾ ഡൈനിങ് റൂം അങ്ങനെയൊന്നല്ല കേട്ടോ പറയാം. അപ്പൊ അവിടുന്ന് നടന്നു നമ്മൾ രാത്രി അത്താഴം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര എന്താ പറയുക, ഒരു പ്രത്യേക തരം ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ ചെന്ന് അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ മിസ്സാക്കരുത് കേട്ടോ. കുറേ പേര് ഇപ്പോഴും അറിയാണ്ട് നമ്മുടെ സ്റ്റാച്യു കണ്ട് തിരിച്ചു പോകുന്നവരുണ്ട്. അവർക്കാണ് കേട്ടോ, അവരോടാണ് പറയണത് ഇവിടെയും കൂടിയും വരും. ഇവിടെയാണ് കൂടുതലും നമുക്ക് കാണാനും എന്താ പറയുക ആസ്വദിക്കാനും നമുക്കൊന്ന് എന്താ പറയുക എക്സ്പീരിയൻസ് ആവാനായിട്ടുള്ള കാര്യങ്ങൾ കുറേ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിറ്റേന്ന് ഇതേ രാവിലെ എണിച്ച് നേരെ ഇവിടേക്കാട്ടോ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയ പൂരി, ഇഡ്ഡലി, ദോശ അങ്ങനെ എല്ലാതും ഉണ്ട്. പക്ഷെ ഞങ്ങൾ കഴിക്കാൻ വരുമ്പോൾ ഏകദേശം 10 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ വരിക എല്ലാം കിട്ടി. അപ്പോൾ ഞാൻ ചുക്ക് കാപ്പി, തേജുവിന് ഹോർലിക്സ്, വിൻചേട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുവിധം കാര്യം ഇഡ്ഡലിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ, പൂരി ഇഡ്ഡലിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ദോശ, ഞാനും തേജും ദോശ പറഞ്ഞു, വിൻചേട്ടൻ ഉപ്മാവാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു നേരം ആകുമ്പോഴേക്കും ഭയങ്കര തിരക്കാവട്ടോ രാവിലെയൊക്കെ വന്നാൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇതാ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ സെയിം ഫുഡ് തന്നെ കേട്ടോ, ദോശയും പിന്നെ എനിക്ക് ചട്നിയും വേറൊരു കളർ ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മളത് കഴിച്ചിട്ടില്ല ഇതുവരെ. സാമ്പാറൊക്കെ നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ സെൽഫ് സർവീസ് ആണ് കേട്ടോ. നമ്മൾ അവിടെ കയറണേക്കാൾ മുന്നേ ബില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ഫുഡ് എടുത്ത് കൊണ്ടുവരണം കേട്ടോ. പിന്നെ മസാല ഉണ്ടായിരുന്നു കേട്ടോ. മസാല ദോശ പറഞ്ഞേക്കണത് അതാണ് കേട്ടോ മസാല. അതൊക്കെ നമ്മുടെ നാട്ടിലത്തെ സെയിം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, വ്യത്യാസമൊന്നും ഉള്ള പോലെ തോന്നിയില്ല. പിന്നെ ഞാനും ഉപ്മാവിന്റെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ ഉപ്മാവ് നമുക്ക് കിട്ടാറില്ലല്ലോ അങ്ങനെ ഉണ്ടായിട്ട്. അപ്പൊ ഉപ്മാവ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ കുറെ പരിപ്പും കടലയും പിന്നെന്താ കാഷ്നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു പ്രത്യേകത ടേസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനുണ്ടല്ലോ രാത്രി നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടോ. ഉറക്കം എൻ്റെ കണ്ണിൽ കാണാണ്ട് കണ്ണൊക്കെ ഇങ്ങനെ വീർത്തും കൊണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വീർത്തും കൊണ്ടായിരുന്നു കേട്ടോ രാവിലേക്ക് ഇരുന്നിട്ട്. അങ്ങനെ ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് ചെന്നു കേട്ടാ. നമ്മുടെ എന്താ പറയുക ഈ ഒരു സ്ഥലം പറയും ലിംഗഭൈരവി ടെമ്പിൾ, അവിടെയൊക്കെ നമ്മൾ തൊഴുതിരിക്കണ ഇരുത്താണ് കേട്ടോ. അവിടുന്ന് ബസ്മൊക്കെ തൊട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം തൊഴുതിന് നമ്മൾ വീട്ടിലേക്ക് റിട്ടേൺ പോകാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അപ്പോഴായിരുന്നു നമ്മുടെ റൂം ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സർവീസ് നടക്കണ കാരണം നമ്മൾ കുറച്ചു നേരം പുറത്തിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിൽ ചെന്ന് ബാഗ് എടുത്തിട്ട് നമ്മൾ എക്സിറ്റ് പുറത്തേക്ക് ഇതേ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടത്തേക്ക് കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് എടുക്കാൻ പറ്റി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്ഥലത്ത് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാട്ടെ ഞാൻ എടുക്കാഞ്ഞ്. അങ്ങനെ ഇതേ നമ്മൾ വണ്ടി എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ ചായ കുടിച്ച ഷോപ്പ്, അതാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഈ ഒരു സർപ്പവസൽ വരണത്. ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഈ സ്ഥലം കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും മിസ് ചെയ്യരുത് വെച്ചിട്ടാണ് കേട്ടോ ഈ വഴി വരുന്നവരുണ്ടെങ്കിൽ. അപ്പം നമ്മളിനി വണ്ടി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടാവും കേട്ടോ, കാരണം എല്ലാ വണ്ടികളും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. പിന്നെ ഇവിടെ പാർക്ക് ചെയ്ത വണ്ടികൾ നോർമൽ
ബസ്സും കാര്യങ്ങളൊക്കെ ഇത് കൂടെ പോകുന്നുണ്ടാവും. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബസ് റൂട്ടും കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, നമ്മളിങ്ങനെ വണ്ടിയിലല്ല വന്നത്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് കൂടെ KSRTC ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും കേട്ടോ. നമ്മൾ പോവാണ്. ആ അപ്പോൾ നമ്മുടെ വിൻഷേട്ടുണ്ടല്ലോ, ഇപ്പോൾ കുറേ ഇൻസ്റ്റയൊക്കെ തുറന്നാൽ കുറേ താറോക്സ് ഒക്കെ വണ്ടിയിട്ട് ഇങ്ങനെ കറക്കണതും വീഡിയോസ് ഇങ്ങനെ കാണാമല്ലോ. അപ്പോൾ വിൻഷേൻ്റെ ഭയങ്കര ആഗ്രഹമായിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കണം, നമ്മുടെ വണ്ടിയുടെ മാത്രമായിട്ടേ നല്ലൊരു സ്പോട്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഇങ്ങനെ 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 കുന്നും മല കയറി വരണ പോലെ അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനത്തെ വീഡിയോസ് എടുക്കണം. അപ്പോൾ എന്നോട് അങ്ങനെ എടുത്തുതരാൻ പറയും, എനിക്ക് അങ്ങനെ എടുത്തുതരാൻ അറിയണ്ടേ, അതിനൊക്കെ നല്ല ക്രിയേറ്റിവിറ്റിയുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ഇടിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് ഞങ്ങളിനി ഇവിടുന്ന് ഇറങ്ങി റിട്ടേൺ പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് പാലക്കാട് കൊല്ലംകോടൊക്കെ പോയി കറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോരാട്ടോ ചെയ്യാം. ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ചെക്കൗട്ട് ടൈം എന്ന് പറയുന്നത് 4 മണിയാണ്. അപ്പോൾ നമ്മൾ 1 മണി 1:15 കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങി രാവിലെ തന്നെ ഫുള്ള് ഇവിടെ കണ്ടു പോകുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ കൊല്ലംകോട്ടേക്കാണ് പോകുന്നത്. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ, പോകണം ഇങ്ങനെ 2 ആഴ്ച മുന്നേ തന്നെ പ്ലാൻ ചെയ്യും, നമുക്ക് അടുത്ത ആഴ്ച ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടി പോയാലോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും. അപ്പോൾ പോക്ക് നടക്കാറേ ഇല്ല. ഇതിപ്പോൾ സ്പോട്ടിൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കണു പോരുന്നു, അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു വരവ് അങ്ങനെ തന്നെ ഇപ്പോഴേ കൊല്ലംകോടും. അപ്പോൾ ഭയങ്കര നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള ഏരിയ അല്ലേ, നല്ല സ്ഥലം. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ വരിക, അത്രയും നല്ല കുറച്ച് നിമിഷം നമുക്ക് വേണ്ടി മാറ്റി വെക്കാലോ, അങ്ങനെ വരാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല രസമാണ് അല്ലേ. എന്താ ഈശോയുടെ പറയുക, ഈശോയുടെ അവിടെ വന്ന എല്ലാവരും പൊതുവെ ആദിയോഗി ആ സ്റ്റാച്യു കണ്ടിട്ട് തിരിച്ചു പോക്കാണ് പതിവ് അല്ലേ. പക്ഷെ അതായത് നമ്മുടെ ആദിയോഗിയുടെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പം ഞങ്ങള് മറ്റേ കോട്ടേജ് എടുത്തുല്ലോ, അവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സർപ്പോസൽ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാണാനും നമുക്ക് പ്രാർത്ഥിക്കാനും ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടൊക്കെ ഉണ്ട് അല്ലേ. എനിച്ചേട്ടാ 1 മണിക്കൂറൊക്കെ ഇരുന്നു ഞങ്ങൾ അവിടെ. ധ്യാനമല്ല എന്താ അവിടെ എന്താണെന്ന് അറിയോ, ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. സത്യം ഞങ്ങൾ പറയണോണ്ട് പറഞ്ഞതാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേ മാത്രം പിടിക്കരുത്, കയ്യിൽ കുറച്ച് ക്യാഷ് ആയിട്ട് പിടിക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് വഴിപാടുകളല്ല പറയാ. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പകുതിക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലയിടത്ത് ഗൂഗിൾ പേ ഫോണൊക്കെ അലൗഡാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ തൊഴാൻ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണും ബാഗ് അങ്ങനെ നമ്മുടെ വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ വാങ്ങി വെക്കും. അപ്പൊ നമുക്ക് ക്യാഷ് കുറച്ച് കയ്യിൽ പിടിക്കുക വെച്ചാൽ നമുക്ക് ശിവലിംഗം അല്ലേ, ശിവലിംഗത്തിന്റെ മുകളിൽ വലിയ ശിവലിംഗം ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടല്ലേ, ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലന്റ് എന്നൊക്കെ പറയാം അല്ലേ, ഭയങ്കര സൈലന്റ് ആണ് അവിടെ. അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വലിയൊരു ശിവലിംഗമാണ്. ആ ശിവലിംഗത്തിന്റെ അവിടെ 2 സൈഡും ഇങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ആ സ്റ്റെപ്പ് കയറിയിട്ട് ശിവലിംഗത്തിന്റെ അവിടെ ഉണ്ടല്ലോ, ശിവലിംഗത്തിന് നമുക്ക് എന്താ പാലഭിഷേകം ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്ര പോകുന്ന ഒരു കുടുക്കയിൽ നമുക്ക് പാല് കിട്ടും. അപ്പൊ അവിടെ അത് ക്യാഷേ പറ്റുള്ളൂ, നമുക്കത് അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ ചെന്നിട്ട് എല്ലാവരും ഇത് വാങ്ങുമ്പോഴാണ് ഞങ്ങൾ അറിയണത്. അപ്പൊ ഞങ്ങൾ വിചാരിക്കും ചെയ്തു, പക്ഷേ ക്യാഷ് കയ്യിൽ പിടിച്ചില്ലേ, ഫുൾ ഗൂഗിൾ പേ പിടിച്ചിട്ടേ പിന്നെ ബാഗും കൊടുത്തു. അപ്പൊ ആകെ എന്തോ പോലെ എല്ലാവരും ചെയ്യണ് കാണുമ്പോൾ നമ്മൾ ചെയ്തില്ല, നമ്മളെല്ലാവരും ചെയ്യണത്. കുറെ പേര് ചെയ്യാത്തവരുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട് കേട്ടോ. നമ്മൾ ചെയ്തില്ല, നമ്മളിങ്ങനെ ഇരുന്നിട്ട് കണ്ടു കുറെ പേര് ചെയ്യണ കാണുമ്പോൾ ഭയങ്കര ഭയങ്കര തിരക്കാണ് ചുറ്റും. ഇനി വരുമ്പോ നമുക്കറിയാം, ഇനി വരുമ്പോ നമുക്ക് ഫുള്ള് പ്ലാൻ ചെയ്യാം. ഇങ്ങനെ അവിടെ ഉണ്ട്, അപ്പൊ അതിന് വേണ്ടി എന്തൊക്കെ മാറ്റി. നമ്മുടെ വീട്ടിലുണ്ട് ആ സാധനം പോലത്തെ, നമ്മള് കത്തിച്ച വെള്ളം പോലത്തെ സാധനം വരില്ലേ, അതെന്താ അറിയോ, നമ്മളാ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയില്ലേ ശിവലിംഗം, മറ്റേ എന്താ സാമ്പ്രാണി കത്തിച്ച് വെച്ചിട്ട് അടിയിൽ ഇങ്ങനെ വേണ്ടത്, അതേപോലെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ പാലഭിഷേകം ചെയ്യുമ്പോൾ വലിയ ശിവലിംഗാണേ, അങ്ങനെ പാലിൽ ഇങ്ങനെ അത് നിർത്താണ്ട് ഒഴിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. കുറേ പേരുള്ള കാരണം ഇങ്ങനെ നിർത്താണ്ട് എപ്പോഴും ഇങ്ങനെ പാലഭിഷേകം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ആരും മിസ് ചെയ്യരുത് കേട്ടോ. ഇനി പോണവരുണ്ടെങ്കിൽ സർപ്പവാസന്റെ അവിടെ പോയിട്ട് ഇനിയൊരു നമുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറിയാൽ തന്നെ ഒരു ഭയങ്കര പോസിറ്റിവിറ്റി അല്ലേ. ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ കണ്ണടച്ച് ഇരിക്കണു, ഫുൾ ധ്യാനത്തിലിരിക്കണ പോലെ. തേജ് പിന്നെ കുട്ടിയായ കാരണം ആൾക്കാരെ കുറെ നേരം അവിടെ ഇരിക്കാൻ പറ്റും. കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു 1 മണിക്കൂറൊക്കെ ഇരുന്നുണ്ടാവും. കുറെ കഴിഞ്ഞപ്പോൾ തേജ് പൂവും അമ്മയും തട്ടി അടിക്കാൻ ചെറുതല്ല, അങ്ങനെ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ വിൻചാട്ടൻ കണ്ണടച്ച് രണ്ടൊപ്പം ഇരുന്നുണ്ടായിരുന്നേ, കണ്ണടച്ച് ഫുൾ അതിൽ അലിഞ്ഞു പോയി. കാരണം അത്രയും സൈലന്റും അവരുടെ ചെറിയൊരു ഇങ്ങനെ ഉള്ളവിശ്വ അങ്ങനെ ഒരു സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലവരിങ്ങനെ ഒരു മന്ത്രിക്കലേനെ ഒരു
ചെറുതായിട്ടുള്ള ഒരു സൗണ്ട്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. അപ്പൊ ഇനി പോകുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും അത് മിസ്സാക്കരുത്. നിങ്ങൾ കുറച്ച് ക്യാഷ് കയ്യിൽ പിടിച്ചോളോ. അതായത് വഴിപാടിന്റെ ഗൂഗിൾ പേ ആരും പ്രതീക്ഷിച്ച് പോകരുത്. അപ്പോൾ ക്യാഷ് കയ്യിൽ പിടിക്കുക. എന്നിട്ട് ആ ഒരു എന്താ പറയാ പാലാഭിഷേകം എന്തായാലും ചെയ്യാം കേട്ടോ. നല്ല രസമുണ്ട്. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും ചെയ്യണത്. ഇപ്രാവശ്യം നമുക്ക് അറിയാത്തതുകൊണ്ട് അത് മിസ്സായി പോയി. ഇനി വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ അവിടെ നടന്ന്, നമുക്കിപ്പോൾ വഴിയൊക്കെ കാണാൻ പാടാം അതിൻ്റെ ഉള്ളിൽ. അപ്പൊ മൊത്തത്തിൽ അവിടെ പഠിച്ചിരിക്കുന്നു. അപ്പൊ ഇനി എന്തായാലും എല്ലാ വർഷവും പോകണമെന്നാണ് ഇപ്പൊ എന്റെ ആഗ്രഹം കേട്ടോ. എല്ലാ വർഷവും ഒരു വട്ടെങ്കിലും പോയിട്ട് ഇതുപോലെ സ്റ്റേ ചെയ്തിട്ട് വരണം. അവിടെ ഒരു ദിവസം നമ്മൾ ചെയ്തു. ദൂരാണ്ടല്ലേ നമുക്ക്. അപ്പൊ ഇനി ഞങ്ങള് കൊല്ലങ്കോടാ പോണത് കേട്ടോ. കോട്ടെ കൊല്ലങ്കോട് പോലെ തേച്ചോ ചേട്ടാ. ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. അതെ മഴയില്ലേ, നോക്കിയൊക്കെ എന്തായാലും കുറച്ചുള്ളൂ. കാറ്റ് പറയും. ഇഷ്ടായ തേജൂര് നെല്ലോട്ടിരുന്നുള്ള ഒരു ദിവസം? നല്ല ഇഷ്ടായ? ഭയങ്കര ഇഷ്ടായ? ടാറ്റാ. അങ്ങനെ ഏകദേശം നമ്മൾ പാലക്കാട് എത്തി. ഉച്ചയാകുമ്പോഴേ 3 മണി ഉണ്ടാവും കേട്ടോ. 3 മണിക്ക് നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. രാജേട്ടൻ്റെ കടയിലാട്ട കയറിയത്. ഇവിടെയും മിൻഷേട്ടൻ ഓഫീസിൽ നിന്ന് വിസിറ്റും ഒക്കെ വരുമ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കും. ഇത്ര മിൻഷേട്ടൻ ഇവിടെയൊക്കെ വന്നിട്ട് ഭയങ്കര പരിചയം കേട്ടോ. ഫുഡൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ ഉച്ചയ്ക്കൊക്കെ ഇടയ്ക്ക് വിസിറ്റുള്ള ദിവസങ്ങളിൽ വരുമ്പോൾ അവർ ഇവിടുന്നൊക്കെ അത്ര കഴിക്കുക. അതുകൊണ്ട് ഇവിടുത്തെ കുറേ ഷോപ്പുകളൊക്കെ മിൻഷേട്ടൻ അറിയണോണ്ട് സുഖം കേട്ടോ. ഇവിടെയൊക്കെ തനി നാടൻ ഫുഡാണ് കേട്ടോ. ഇവിടെ എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചോറും ചിക്കൻ കറി. ചിക്കൻ കറി എന്ന് പറയുന്നത് ഞങ്ങളുടെ തൃശ്ശൂർ സ്റ്റൈല് കുമ്പളങ്ങിട്ട് വെക്കും ചിക്കൻ കറി. ആ ചിക്കൻ കറി ആയിട്ട് ഇവിടെ കിട്ടുക. നമ്മൾ വരുമ്പോൾ കയറിയ കടയിൽ മുരിങ്ങലക്കറി അങ്ങനത്തെ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. സാമ്പാർ അല്ലാതും ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരില്ല, അപ്പം നമ്മൾ നോണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുമ്പളങ്ങിട്ട് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കറിയും പിന്നെ എക്സ്ട്രാ ഉള്ളത് അച്ചാറ്, അതൊക്കെ ചെറുതായിട്ടാട്ടോ. അച്ചാറ്, ഉപ്പേരി, അവിയൽ അത്ര തന്നെ ഉള്ളൂ. മെയിനായിട്ട് കുമ്പളങ്ങിട്ട ചിക്കൻ കറി ഉണ്ട്. എല്ലാവരും ഇത് തന്നെയാട്ടോ വാങ്ങണത്. വിൻഷേട്ടനും അത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇതാണ് അടിപൊളി പറഞ്ഞിട്ട് ഞാനും ഇതായിട്ട് എടുത്തത്. പിന്നെ മീൻകറി, പിന്നെന്താ വേറെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ എടുത്തതായിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തരണത്. പിന്നെ ഇത് നമ്മുടെ ഈ മീനില്ലേ നമ്മുടെ നാട്ടിൽ കിട്ടണത് എന്താ കുഞ്ഞു മീൻ, അയ്യോ ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അയ്യോ മറന്നു ആ മീനും. പിന്നെ ഇത് എന്താ ഫിലോപ്പിയോ, ആ ഒരു മീനും ആട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അയ്യോ ഈ മീനിൻ്റെ പേരെൻ്റെ വായിൻ്റെ തുമ്പത്തുണ്ട്. അവൻ്റെ തുമ്പത്ത് സംഭവം ഇപ്പം കിട്ടണില്ല കേട്ടിക്ക്. നമ്മുടെ നാട്ടിലൊക്കെ സുപരിചിതമായ മീൻ തന്നെയാണ് കേട്ടത്. അത് നല്ല ഇങ്ങനെ കുറുകുറുന്നനെ എന്താ മുറുമുറു കറുകുറുന്നനെ പൊരിച്ചതായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ ഇത് അവിടുത്തെ മെയിൻ സ്പെഷ്യൽ കപ്പലണ്ടി മിഠായിയും വേറെന്തോ ഐറ്റം. ഇതൊക്കെ വിൻഷേട്ടൻ അവിടെ നിന്ന് കഴിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ വാങ്ങണത് അത്ര. ഈ വഴിക്ക് പോകുന്നവരുണ്ടെങ്കിൽ രാജേട്ടൻ്റെ കട കേട്ടോ, ഒന്ന് കയറി നോക്കണേ. ഇതിൻ്റെ കറക്റ്റ് പ്ലേസ് ഇപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. പറഞ്ഞല്ലോ വിൻഷേട്ടൻ കൊണ്ടുപോകുന്നതാണ്. ഇനി നമ്മൾ നേരെ പോണത് കൊല്ലങ്കോടാണ് കേട്ടോ. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് കൊല്ലങ്കോടൊന്ന് പോയി കാണണം എന്നുള്ളത്. നമ്മൾ ഈ പാലക്കാട് ഉണ്ടായിട്ട് അവിടെ പോയില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ നമുക്ക് കൊല്ലങ്കോട് പോവാന്ന്. പക്ഷെ മഴയത്ത് പോകണം കേട്ടോ. പോവുകയാണെങ്കിൽ എന്തായാലും ഈ വഴി വന്നതല്ലേ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോരുക കേട്ടോ ചെയ്ത്. പക്ഷെ നമ്മൾ പോണ ടൈമിൽ നല്ല വെയിലായിരുന്നു. നല്ലൊരു സ്ഥലം. പക്ഷെ എൻ്റെ മൈൻഡിൽ എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഇൻസ്റ്റയിൽ റീലൊക്കെ കാണുമ്പോൾ ശരിക്കും കാണില്ലേ ചാണം തേച്ച മുറ്റും അങ്ങനെയൊക്കെ ആയിട്ടൊരു വീട് കാണാറില്ലേ, വീടും മലയൊക്കെ നേരെ ബാക്കിൽ മലയും അങ്ങനത്തെ ആ ഒരു സ്ഥലം എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട്. ഒരമ്മമ്മ ഇപ്പോൾ ഭയങ്കരമായിട്ട് എപ്പോൾ റീല് തുറന്നാലും ഇപ്പോൾ കുറേ എപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്. ഒരമ്മമ്മ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോണത് ചാണൊക്കെ തേച്ച് മറ്റേ പണ്ടത്തെ ടൈപ്പ് മതിലൊക്കെ ആയിട്ട്, മതിലല്ല എന്താ പറയുക തിണ്ട് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെടിയൊക്കെ വെച്ചിട്ടുള്ളത്. ആ വീട് ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ. എനിക്ക് ആ ഒരു ഏരിയ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട്. ഞാൻ അത് വെച്ചിട്ടാണ് ഈ കൊല്ലങ്കോട് എന്ന് പറയാറ്. പക്ഷെ ഇപ്പോൾ വിൻഷേട്ടൻ കൊണ്ടുപോയത് അവിടെ സെറ്റ് ചെയ്തിട്ടില്ലേ കൊല്ലങ്കോട്. പിന്നെ എന്തോ ഒരു സീതാകുണ്ടോ അങ്ങനെ എന്തോ പിന്നെ എന്തോ ഒരു പോയിന്റ് അവിടേക്ക് കേട്ട നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ സീതാകുണ്ടെന്ന് തോന്നുന്നു അവിടെ വെള്ളച്ചാട്ടല്ലേ അത്രേ. അപ്പം ഞങ്ങൾ ആ ഒരു പാടത്തിൻ്റെ അവിടെ കേട്ടാ പോയത്. പിന്നെ ഏജ് ആണെങ്കിൽ റൂഫിൻ്റെ മുകളിൽ കയറിയിട്ട് അമ്മേ വായു നല്ല രസമുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മല കാണാമെന്നും പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കണത്. അപ്പോൾ ആൾക്കാരില്ലാത്തൊരു ഏരിയ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നിന്ന് അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നിറച്ച ആൾക്കാർ. അപ്പോൾ ഞാൻ വീണ്ടും അടിയിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോർമൽ വീട് അങ്ങനെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ എന്താ പറയുക നമ്മൾ പോയ സ്ഥലമില്ലേ ഞാൻ പറഞ്ഞില്ലേ പാടം അതിട്ട്. അപ്പം ഈ മലയൊക്കെ കാണാൻ നല്ല രസമാട്ടോ. നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു നമുക്ക് കാണുമ്പോൾ. പക്ഷെ വീഡിയോയിൽ ആ ഒരു ഭംഗി കിട്ടണില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാം, പക്ഷെ വീഡിയോയിൽ ആ ഭംഗി കിട്ടണില്ല കേട്ടോ. ഇടയിൽ കൂടി മൊന്തൊക്കെ വരുന്ന കാരണം തോന്നുന്നു നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന വ്യൂ എനിക്ക് വീഡിയോയിൽ കിട്ടണതായിട്ട് ഫീലേ ചെയ്യണില്ല കേട്ടോ. എനിക്ക് പിടിക്കാൻ പറ്റില്ലടാ.
ഓ മറ്റേ സ്ഥലത് ഏത് മലയുടെ ഞങ്ങൾ അവിടുന്ന് സീതാർകുണ്ട് അതെന്നെ തോന്നുന്നു തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം വാട്ടർഫോൾസോ അങ്ങനെ എന്തോ ഇല്ലേ അവിടേക്ക് പോകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ ഫുൾ ബ്ലോക്ക് ആയിക്കണു പിന്നെ വരണവരൊന്നും പോകണ്ട അവിടെ വെള്ളം ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് നമ്മൾ വന്ന സ്ഥലമില്ലേ ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഒരു പാടത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഐ ലവ് കൊല്ലങ്കോട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടാട്ടാ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങോട്ട് നേരെ പോകുന്നു വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതേ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിക്കിട്ട് അപ്പുറത്തെ സൈഡാണ് കേട്ടോ ഒരു സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് ഇവിടെ വന്നപ്പോൾ കേട്ടോ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ഇതിൽ വന്ന് ഇറങ്ങുമ്പോൾ കുറേ പേര് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് നമ്മളോട് ഒന്ന് സംസാരിക്കുന്നുണ്ട് കുറേ പേര് ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തന്നു കാരണം ഞങ്ങളുടെ 3 പേരുടെയും ഫോട്ടോ എടുത്തായിരുന്നെങ്കിൽ ഒരാൾ വേറെ വേണമല്ലോ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും തേജും മിൻഷേട്ടനൊക്കെ കൂടി നിൽക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പായിട്ടത് അല്ലെങ്കിൽ പിന്നെ ഞാൻ മിൻഷേട്ടൻ എൻ്റെ അടുത്ത് തരും ഞാൻ മിൻഷേട്ടൻ്റെ തേജുവിൻ്റെ അടുത്ത് കൊടുക്കും തേജു എൻ്റെ മിൻഷേട്ടൻ്റെ അടുത്ത് തരും അങ്ങനെ നമ്മൾ 3 പേരായിട്ട് പോകുമ്പോൾ എടുക്കാറ് ഇപ്രാവശ്യം നമുക്ക് 3 പേരുടെ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അവരോട് ഭയങ്കര താങ്ക്സ് ഒരുപാട് താങ്ക്സ് അവർ വീഡിയോ കാണുന്നു വിചാരിക്കണേ ഇവിടെ അവര് എന്തോ ഫ്ലവർ ഷോ എന്നാട്ടോ പറഞ്ഞത് നമുക്ക് ഇവിടെ ഒന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ നമ്മളിങ്ങനെ നോക്കി കണ്ട് വന്നു എന്നുള്ളൂ ഇവിടെ ഉള്ളവര് എന്തെങ്കിലും നമ്മൾ തെറ്റ് പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നമുക്ക് ഇവിടുത്തെ സ്ഥലപ്പേരോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലേ പിന്നെ എനിക്ക് വിൻഷേട്ടനും അതേട്ടോ കുറേ വീഡിയോസ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് പറയാം നമ്മൾ ഓൾറെഡി കൊളാബ് ചെയ്ത ഡ്രസ്സുകൾ ഞാൻ ഇട്ടുണ്ടായിരുന്നത് അയ്യോ കൊളാബിന് വന്നിട്ടുള്ള ഡ്രസ്സ് ഏതെങ്കിലും എടുത്തിട്ട് വരാടെന്ന് നിന്ന് ഇവിടുന്ന് തന്നെ വീഡിയോ നമുക്ക് ഒപ്പിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നടക്കുന്നത് കാരണം എന്ത് രസമാണെന്നറിയോ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലട്ടാ ഇവിടെ വേറെ ചാർജോ കാര്യങ്ങളൊന്നും ഇല്ല ക്യാമറയ്ക്കോ ഇതിനൊന്നും തോന്നുന്നു നമ്മൾ കയറുമ്പോൾ ടിക്കറ്റ് അങ്ങനെ എന്തോ എടുത്തു അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല അതൊക്കെ വിൻഷേട്ടനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല രസമായിട്ട് ഈ ഒരു സമയമായി വന്നിരിക്കാൻ എനിക്ക് തോന്നുന്നു മഴ പെയ്യുമ്പോൾ വരണേക്കാം കൂടുതൽ രസം മഴ ഇല്ലാത്തപ്പോൾ വരാനായിരിക്കും കാരണം മഴ പെയ്യുമ്പോൾ മഴ പെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല മഴ ഇല്ലെങ്കിൽ ഇത് ചെറിയൊരു വൈകുന്നേരം നേരത്ത് വരികയാണെങ്കിൽ നല്ലൊരു രസമാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പറയണത് എല്ലാവരും പറയാറുണ്ട് മഴ പെയ്താലാണ് കൊല്ലങ്കോട് കാണാൻ രസം അതാ വെള്ളച്ചാട്ടും വെള്ളം അങ്ങനെ കാണണോടം അങ്ങനെ ആയിരിക്കും പക്ഷെ ഈ ഒരു ഫ്ലവർ ഷോ എന്ന് പറഞ്ഞില്ലേ ഇവിടേക്ക് എനിക്ക് തോന്നുന്നു വൈകുന്നേരം മഴ ഇല്ലാത്തപ്പോൾ വരുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനും നടക്കാനൊക്കെ പറ്റും ചളിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ടോ എന്താ പറയാ മാംഗോ ബാറും തേജുവിനെ ഐസ്ക്രീമും വാങ്ങിയിട്ട് നമ്മൾ നേരെ തന്നെ വീട്ടിലേക്ക് പോവാട്ടോ അപ്പോൾ വണ്ടിയൊക്കെ അവിടെ നിന്ന് എടുക്കണം അപ്പോഴും മെൻഷേട്ടനോട് എന്താണെന്ന് പറയുക പറയണത് ഡി വണ്ടിയുടെ വീഡിയോ എടുക്കടി മലയുടെ ചോട വണ്ടി നിർത്താം ഇങ്ങനെ വണ്ടി എടുത്ത് വരുന്നതൊക്കെ കുറച്ച് ക്ലിപ്പ് എടുക്ക് വണ്ടിയുടെ കേട്ടോ അതെന്താ വെച്ചാൽ നമ്മൾ പുതിയ വണ്ടി വാങ്ങിയതല്ലേ അപ്പം അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ പിന്നെ എപ്പോഴും ഇൻസ്റ്റ തുറന്നാൽ താറോക്സും താറിൻ്റെയും നല്ല അടിപൊളി വീഡിയോസ് എല്ലാം കാണുക അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നൂല അതിൻ്റെ പുറത്തായിട്ട് ഒരിക്കലും ഷോ ചെയ്യാന്ന് വിചാരിക്കരുതേ അങ്ങനെ അതൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണത് അങ്ങനെ അങ്ങനത്തെ കുറച്ച് ക്ലിപ്സും വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ടുണ്ടായിരുന്നു ഇനി വണ്ടി അപ്പുറത്തിടണേ അപ്പുറത്തിട്ടിട്ട് ഇങ്ങനെ എടുക്കണം അങ്ങനെ എടുക്കണം ഞാൻ കറക്കി വരാം ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ഒരു ഷോപ്പിലേക്ക് പോയിട്ടോ അതായത് നമ്മൾ വരുമ്പോൾ സരീഷേട്ടനെ കണ്ടൂല വിൻഷേട്ടൻ്റെ ഫ്രണ്ട് അപ്പോൾ ആളുടെ പെങ്ങളുടെ കുട്ടിയുടെ 1ാം പിറന്നാളായിരുന്നു അപ്പോൾ അവിടെയും കയറണം അവിടെ ഉണ്ണിക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ കയറിയതാട്ടോ അങ്ങനെ ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ നേരെ ഒറ്റപ്പാലത്ത് സരീഷേട്ടൻ്റെ വീട്ടിലേക്ക് പോന്നു കേട്ടോ അതാണ്ട് ആ വരണതാണ് സരീഷേട്ടൻ അങ്ങനെ നമ്മൾ സരീഷേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് നൈറ്റത്തെ ഫുഡ് നമ്മൾ അവിടുന്ന് ആട്ടോ കഴിച്ചത് ഉണ്ണിയുടെ പിറന്നാളിൻ്റെ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ നമ്മൾ രാത്രി 10 മണിയാകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിലെത്തി നമ്മൾ നേരെ മേലൊക്കെ കഴുകി നേരെ അങ്ങോട്ട് ഉറങ്ങാട്ടോ ചെയ്തത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ.